Okay, good afternoon. Good afternoon, sir. Good afternoon, sir. Good afternoon, sir. എല്ലാവരും ഫിസിക്സ് ഒക്കെ ഫുള്ള് പഠിച്ചിട്ടിരുന്നായിരുന്നല്ലേ? സീരീസ് ഒക്കെ മാറ്റിയ ജയന്തി. അഥവാ മാറ്റിയാലോ എന്ന് വെച്ചിട്ട് ഫുള്ള് പഠിച്ചില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അജയ്, ഗുഡ് മോർണിംഗ് സാർ. അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. അല്ല സീരീസിന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോക്കുന്നുണ്ട് സാർ. ഇനിയിപ്പോൾ എത്രയും ദിവസമൊക്കെ കിട്ടി. പഠിക്കേണ്ട സാധനങ്ങൾ, ഇമ്പോർട്ടൻ്റ് എന്താ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതും പരമാവധി യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക. ദേവകിരൺ, അല്ല സീരീസിന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടങ്ങി. സോ നമ്മുടെ മൊഡ്യൂൾ 4-ന്റെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് മൊഡ്യൂൾ 4-ന്റെ സെക്കൻഡ് പാർട്ട് അൾട്രാസോണിക്സ് ആയിരുന്നു. വാട്ട് യു മീൻ ബൈ അൾട്രാസോണിക്സ്? അൾട്രാസോണിക്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചിരുന്നത്? അൾട്രാസോണിക്സ് മീൻസ് ദേ ആർ സൗണ്ട് വേവ്സ് വിത്ത് ഫ്രീക്വൻസി ഹയർ ദാൻ 20 kHz. അതായത് സൗണ്ട് വേവ്സ് തന്നെയാണ്, പക്ഷെ ഫ്രീക്വൻസി എന്താ 20 kHz-നേക്കാൾ അധികമായിരിക്കും. അതായത് അൾട്രാസോണിക് വേവ്സ്. സോ അതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് കുറച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? അത് കഴിഞ്ഞ് എങ്ങനെ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാം, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ മാഗ്നെറ്റോസ്ട്രിക്ഷൻ മെത്തേഡ്, ആൻഡ് സെക്കൻഡ് വൺ വാസ് പീസോഇലക്ട്രിക് മെത്തേഡ്. രണ്ടും ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് വിത്ത് ഹയർ ഫ്രീക്വൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം മാഗ്നെറ്റോസ്ട്രിക്ഷൻ മെത്തേഡ് ആണെങ്കിൽ ഒരു ഫെറോ മാഗ്നറ്റിക് റോഡിന്റെ ഓസിലേഷൻ, അതായത് ഇലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ. ഇനി അല്ല പീസോ ഇലക്ട്രിക് മെത്തേഡ് ആണെങ്കിൽ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ, ഉദാഹരണത്തിന് ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ പോലുള്ള ഒരു ക്രിസ്റ്റലിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. സോ എന്താണ് പീസോ ഇലക്ട്രിക് എഫക്ട്, എന്താണ് കൺവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്ട്, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അയച്ചെന്ന ലിങ്ക് ബേസിൽ എൻ്റെ നോട്ട് തന്നെ ഉണ്ട്, നിങ്ങൾ ഫാക്കൽറ്റിയുടെ നോട്ട് ഉണ്ട്. ഇനിയല്ല മുമ്പത്തെ ഫാക്കൽറ്റിയുടെ നോട്ട്സ് ഒക്കെ ഞാൻ സ്റ്റഡി നോട്ടായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. യൂട്യൂബ് ലിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ എക്യുപ്മെന്റ്. ഇന്ന് പഠിക്കാൻ പോകുന്ന എക്യുപ്മെന്റിന്റെ പേര് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ. സോ വാട്ട് ഈസ് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ? സോ ഹെഡിങ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ വെലോസിറ്റി ആൻഡ് വേവ് ലെങ്ത് ഓഫ് അൾട്രാസോണിക് വേവ്സ്. അതായത് ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അൾട്രാസോണിക് വേവ്സിന്റെ വേവ് ലെങ്ത് വെലോസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിന്റെ പേരാണ് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ. സോ ഇൻ ദിസ് നെയിം ദർ ആർ 2 പാർട്സ്. 2 പാർട്ടായിട്ടാണ് ഈ നെയിം കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് അൾട്രാസോണിക്. സോ ദാറ്റ് മീൻസ് ഇത് അൾട്രാസോണിക് വേവ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. സെക്കൻഡ് നെയിം ഈസ് ഡിഫ്രാക്ടോമീറ്റർ. വാട്ട് ഈസ് ഡിഫ്രാക്ടോമീറ്റർ? ഡിഫ്രാക്ഷൻ. സോ ഫസ്റ്റ് ഡിഫ്രാക്ടോമീറ്റർ, ഡിഫ്രാക്ഷൻ മെഷർ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. സോ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റിന്റെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ഇവിടെ നടക്കുന്നുണ്ട്. സോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു അൾട്രാസോണിക് വേവിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ വേവ് ലെങ്ത് ഒക്കെ എങ്ങനെ മെഷർ ചെയ്യും എന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഹാപ്പൻസ്? സോ ഇത് ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഫിഗർ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 207 അല്ലെങ്കിൽ 208 അതിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏത് ഫിഗർ വേണമെങ്കിലും എക്സാമിന് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫിഗർ ഇതാണ്. സോ ഹിയർ വി ഹാവ് എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. Here we have a piezoelectric crystal or a vibrating piezoelectric crystal. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉണ്ട്.
So what happens if we have a vibrating piezoelectric crystal? Higher frequency vibrate in the piezoelectric crystal in that active. In our previous class, we defined, we discussed or we learned that using piezoelectric method or a vibrating piezoelectric crystal act as source of ultrasonic waves. Ultrasonic waves produce in the source ആയിട്ട് ഈ piezoelectric crystal ആക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് piezoelectric crystal പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ മെക്കാനിക്കൽ ആക്സിസ് എന്ന് അസ്യൂം ചെയ്യുക. ഇഫ് ദിസ് ഇസ് ദ മെക്കാനിക്കൽ ആക്സിസ്, എന്ത് ചെയ്യും? The ultrasonic waves will propagated along this medium. ഉദാഹരണത്തിന് ഇതൊരു ലിക്വിഡ് ആണ്. സോ എന്ത് സംഭവിക്കും? അൾട്രാസോണിക് ഈ പീസോഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ ഈ ബോട്ടം എൻഡിൽ നിന്നും എന്ത് ചെയ്യും? അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അൾട്രാസോണിക് വേവ്സ് ഗെറ്റ് പ്രൊഡ്യൂസഡ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ ദിസ് മീഡിയം. ഇതൊരു ലിക്വിഡ് ആണെങ്കിൽ ഏത് മീഡിയം ആയിക്കോട്ടെ, ലിക്വിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലിക്വിഡിന്റെ മീഡിയംസ് എന്ത് ചെയ്യും? ലിക്വിഡ് മീഡിയം അല്ലെങ്കിൽ മീഡിയത്തിലെ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ലിക്വിഡ് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യും. സോ അൾട്രാസോണിക് വേവ്സ് എന്ത് ചെയ്യും? ഇറ്റ് ഗെറ്റ്സ് പ്രൊപ്പഗേറ്റഡ് ത്രൂ ദിസ് മീഡിയം. ഞാനിപ്പോൾ പറയുന്ന ഡയറക്ഷൻ ഫ്രം ടോപ്പ് പാർട്ട് ടു ബോട്ടം ആണ് പറയുന്നത് അൾട്രാസോണിക് വേവ്സിന്റെ ഡയറക്ഷൻ. ആൻഡ് ഹിയർ വി ഹാവ് എ റിഫ്ലക്ടർ. Here we have a reflector. So ഇവിടെ ഒരു റിഫ്ലക്ടർ നമുക്കുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? സോ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തു വരുന്ന അൾട്രാസോണിക് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദിസ് റിഫ്ലക്ടർ. ഒരു മെറ്റാലിക് പ്ലേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റിഫ്ലക്ട് ഈ അൾട്രാസോണിക് വേവ്സിനെ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദെൻ the ultrasonic waves reached in this position will get reflected back. So ultrasonic waves initially assume that this is our ultrasonic wave. Propagating ultrasonic wave is this. Then spreading ultrasonic wave. Then after reaching this reflector, what happens? The reflector will it will get reflected and propagate back to the source. തിരിച്ച് എവിടെ നിന്ന് വന്നു അങ്ങോട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ബാക്ക്. ആൻഡ് ദിസ് പാറ്റേൺ ഓഫ് or this combination of original wave and reflected wave are called standing wave. നമുക്ക് ഇതിനെ ഒരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ എന്ന് വിളിക്കാം. This pattern is called standing wave pattern. സോ നിങ്ങൾ നെൽസ് എക്സ്പെരിമെന്റ് ഒരു ലാബിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വൈബ്രേറ്റിംഗ് സ്ട്രിപ്പിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻ എന്ത് സംഭവിക്കുന്നു? അതൊരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഡ്യൂ ടു ദാറ്റ് വി ക്യാൻ ഒബ്സർവ് സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ. ഈ ലൂപ്പ്, നിങ്ങൾ ലൂപ്പ് ലെങ്ത് ഒക്കെ മെഷർ ചെയ്തില്ലേ? വാട്ട് ഈസ് ദാറ്റ്? ആക്ച്വലി ആ ലൂപ്പ് ബിൽഡ് ചെയ്ത ലൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന്റെ കാരണം എന്താണ്? ആക്ച്വലി ദാറ്റ് ലൂപ്പ് ഈസ് എ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ. So similar to that, if we reflect ultrasonic waves produced from a piezoelectric crystal using a reflector in a liquid medium, then we can observe a standing wave pattern here. And in this standing wave pattern, the positions with higher amplitude or maximum amplitude are called what? Nodes. And positions with minimum amplitude are, this is anti-nodes, and positions with minimum amplitude are called nodes. So in a liquid medium, what do you mean by, or in case of a longitudinal medium, what do you mean by node and anti-node? Or what is the real effect of this standing wave? So ഒരു ലിക്വിഡ് മീഡിയത്തിൽ ഇതുപോലൊരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ ആഫ്റ്റർ ഓൾ എഫക്ട് എന്തായിരിക്കും? സോ ഹൗ സൗണ്ട് പ്രൊപ്പഗേറ്റ്സ് ത്രൂ എ ലിക്വിഡ് മീഡിയം, അല്ലെങ്കിൽ എയറിൽ കൂടി എങ്ങനെയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സോ അതറിയാൻ വേണ്ടി we are going back. How sound propagates through air. So sound propagation കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. Sound propagation. Sound propagation. Yeah, this is sound propagation. Sound propagation ഒരു image എടുത്തു. So in this image sound propagation, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സൗണ്ട് എന്ന് പറയുന്നത് എന്ത്, വാട്ട് ടൈപ്പ് ഓഫ് വേവ്, എന്ത് തരത്തിലുള്ള വേവ് ആണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണോ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണോ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ
sound is a type of transverse or longitudinal. നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യുന്നില്ലെങ്കിൽ ചാറ്റ് ബോക്സിലെങ്കിലും ഇവിടെ സൗണ്ട് ഏത് തരത്തിലുള്ള വേവ് ആണ്, ട്രാൻസ്വേഴ്സോ? എന്താ ദേവകിരൺ എന്താ പറഞ്ഞത്? ലോഞ്ചിറ്റ്യൂഡിനൽ. ദാറ്റ് മീൻസ് മീഡിയത്തിലെ പാർട്ടിക്കിൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? വേവ് ഏത് ഡയറക്ഷനിലാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫ്രം ദി സ്പീക്കർ ടു ഇയർ. അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സ്പീക്കറിൽ നിന്ന് ഇയറിലേക്കാണ്. സോ ആ ഡയറക്ഷനിലായിരിക്കും മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ അല്ല, ദേ ആർ വൈബ്രേറ്റിംഗ് ലൈക്ക് ദിസ്. സോ എൻ്റെ ആരോ മാർക്ക് മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്നുണ്ടല്ലേ, സോ ദേ ആർ വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. സോ സെയിം ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ there will be a region of compression and there will be a region of rarefaction. സോ ചില സ്ഥലങ്ങളിൽ ഒരേ ഡയറക്ഷനിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് മീഡിയത്തിലെ പാർട്ടിക്കിൾസും വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിക്കും, there will be ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില റീജിയൻസിൽ സംഭവിക്കും, പാർട്ടിക്കിൾസ് കൂട്ടം കൂടി നിൽക്കും. ചില പോയിന്റ് അറ്റ് എ ടൈം ടി, ചില പോയിന്റുകളിൽ there will be higher density of particle, that is called compression region, and there in another region അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അതേസമയം എന്തായിരിക്കും, പാർട്ടിക്കിളിന്റെ ഡെൻസിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം അതിന്റെ ഡെൻസിറ്റി കമ്പാരേറ്റീവ്ലി നമ്പർ കുറവായിരിക്കും, ആൻഡ് ദാറ്റ് റീജിയൻ ഇസ് കോൾഡ് റെയർഫാക്ഷൻ. സോ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സൗണ്ട് വേവ്സ് തന്നെയാണ്. സോ അൾട്രാസോണിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? സിമിലർലി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ത്രൂ എ medium is propagating or particles are vibrating in a longitudinal mode. So here, if a standing wave pattern is formed here, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു അൾട്രാ സൗണ്ട് വേവിന്റെ കേസിൽ അല്ലെങ്കിൽ അക്യോസ്റ്റിക് വേവിന്റെ കേസിൽ നടന്നതുപോലെ തന്നെ ദിസ് ആന്റിനോഡൽ പ്ലെയിൻസ്, these nodal planes, at the nodal planes the layers are crowded together, or the particles of medium are crowded together, or we can say that is a compression region and the density is maximum. By the nodal planes നമുക്ക് എന്ത് പറയാൻ പറ്റും? Particles are compressed together or it is collided together, and in nodal planes, ഈ പറയുന്ന nodal planes അല്ലെങ്കിൽ ഈ nodal plane and that region is a or that part is called compression. Already പറഞ്ഞു compression. So compression region, ഒരു longitudinal വേവിലെ compression region പ്രത്യേകത എന്താണ്? Density is maximum. And region of antinodal planes, the density of particle is minimum. എന്ത് നോഡ്സുമായിട്ട് അല്ലെങ്കിൽ കംപ്രഷൻ റീജിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആന്റിനോഡൽ പ്ലെയിൻസിൽ ഡെൻസിറ്റി മിനിമം ആയിരിക്കും, ആൻഡ് ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് റെയർഫാക്ഷൻ. സോ ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്നത്, സോ ഇനീഷ്യലി ഇവിടെ ഹയർ ഡെൻസിറ്റി, then we have a lower density, then higher density, then we have a lower density, then again higher density, then lower density. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താഴെ വരെ പോകും. ഇതാണ് ആദ്യം ഹയർ ഡെൻസിറ്റി, then lower density, then higher density, then lower density. And when light is incident on this അറേഞ്ച്മെന്റ്, ഈ ഒരു സ്റ്റാൻഡിങ് വേവ് പാറ്റേണിൽ, ഈ ലിക്വിഡിൽ ഫോം ചെയ്തിരിക്കുന്ന സ്റ്റാൻഡിങ് വേവ് പാറ്റേണിൽ ഒരു മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുവാണെങ്കിൽ ഹൗ ലൈറ്റ് ബിഹേവ് ടു ദിസ് ഡെൻസിറ്റി വേരിയേഷൻ, ലൈറ്റ് ഈ ഡെൻസിറ്റി വേരിയേഷനോട് എങ്ങനെ ബിഹേവ് ചെയ്യും? So we know that light travels or propagates through a medium based on its density or refractive index. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അല്ലെങ്കിൽ ഒരു മീഡിയത്തിന്റെ ഡെൻസിറ്റി എത്രയാണ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ലൈറ്റ് ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ വെൻ എ മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ത്രൂ ദിസ് മീഡിയം, ഇറ്റ് സീസ് or it behaves to this part, that means compression region or nodal planes, as opaque part. സോ ഒരു ഒപ്പാക് റീജിയനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ കംപ്രഷൻ റീജിയനോട് അല്ലെങ്കിൽ നോഡൽ പ്ലെയിൻസിനോട് എങ്ങനെ ലൈറ്റ് ബിഹേവ് ചെയ്യും. ആൻഡ് ഇൻ ആന്റിനോഡൽ പ്ലെയിൻസ് അല്ലെങ്കിൽ റെയർഫാക്ഷൻ റീജിയനോട് ലൈറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും? ആ ഒരു സ്ഥലങ്ങളിൽ ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ ലൈറ്റ് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു. സോ ദിസ് ക്യാൻ ബി or this arrangement or this pattern can be compared to a diffraction grating. സോ ഒരു ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ലാബിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ തിയറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് മോഡ്യൂളിൽ. വാട്ട് ഈസ് എ ഗ്രേറ്റിംഗ്? ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റിംഗ് ഈസ് എ ഗ്ലാസ് പ്ലേറ്റ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ്
continuous opaque line. So ഒരു opaque part, ഒരു opaque line ഉണ്ടാവും. Then we have a transparent part. Again opaque line. Again we have a transparent part. ഇതിനൊരു continuous arrangement ആയിരുന്നു grating. So this arrangement, so this density variation in liquid due to propagation of this ultrasonic wave. ഈ ultrasonic waves propagationും reflectionും കാരണം ഈ ഒരു ലിക്വിഡിൽ ഫോം ചെയ്തിരിക്കുന്ന ഈ ഡെൻസിറ്റി വേരിയേഷൻ ഉള്ള സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ അല്ലെങ്കിൽ ദിസ് സെറ്റ് ഓഫ് നോഡൽ ആൻഡ് ആന്റി നോഡൽ പ്ലെയിൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഗ്രേറ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫോർ എ മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റ് ദിസ് setup or this arrangement will act as a grating, and such a grating is called acoustic grating. Acoustic grating. സോ നമ്മുടെ അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്തു, അതിനെ റിഫ്ലക്ട് ചെയ്ത് ഒരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ഒരു ലിക്വിഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെൻസിറ്റി വേരിയേഷൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ഈ ഡെൻസിറ്റി വേരിയേഷൻസ് കാരണം നമ്മൾ ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ദിസ് thing or this standing wave pattern or this set of antinodal or nodal planes act as a grating, and that grating is called an acoustic grating. കാരണം acoustic waves കാരണം ഒരു ലിക്വിഡിൽ ഫോം ചെയ്ത ഗ്രേറ്റിംഗ് ആണ് acoustic grating. So ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 207. പേജ് നമ്പർ 207 വെലോസിറ്റി ആൻഡ് വേവ് ലെങ്ത് ഓഫ് അൾട്രാസോണിക് യൂസിങ് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ. 207 മുതൽ വായിക്കുക. 208 ഫസ്റ്റത്തെ ചെറിയ പാരാഗ്രാഫ് വരെ വായിച്ചു നോക്കുക. സോ ടെക്സ്റ്റ് വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് സ്റ്റഡി നോട്ട്സ്. ആ സ്റ്റഡി നോട്ട് എടുത്ത് വായിക്കുക. അതിൻ്റെ പ്രിന്റ് എടുത്ത് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എക്സാമിന് പഠിക്കാൻ ഉപകാരമായിരിക്കും. സോ ഇപ്പം അറിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വായിക്കുന്നുണ്ട്, ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അറിയാം നിങ്ങൾ എത്രയും അവർ ക്ലാസ്സിലിരുന്നാണ്, കുറച്ച് ടയേർഡായിരിക്കും. എങ്കിലും പറയുന്ന കാര്യങ്ങൾ പരമാവധി ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ടെക്സ്റ്റ് ഉണ്ടാവില്ല നിങ്ങളതിൽ. സോ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ വായിച്ചു കഴിഞ്ഞിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ. വായിക്കുന്നതാണ് എൻ്റെ വിചാരം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്.
ഇപ്പൊ ഓഡിബിൾ അല്ലേ? കേൾക്കുന്നുണ്ടോ? സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് വിൽ ആക്ട് ആസ് എ ഗ്രേറ്റിംഗ്. ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് വേവിനെ സംബന്ധിച്ചോളം ഈ ഒരു ഡെൻസിറ്റി വേരിയേഷൻ ഉള്ള അക്കോസ്റ്റിക് വേവിന്റെ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ അല്ലെങ്കിൽ അൾട്രാസോണിക് വേവിന്റെ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ എങ്ങനെ ആക്ട് ചെയ്യും? ഒരു ഗ്രേറ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ബി ഇൻസിഡന്റ് എ മോണോക്രോമാറ്റിക് വേവ് ലെങ്ത്, മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ഇൻ ഇറ്റ്, എന്ത് സംഭവിക്കും? ഒരു ഗ്രേറ്റിംഗിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? what is expected result? ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന്. ബിക്കോസ് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ട്. ഒരു ലേസർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വി ക്യാൻ സി ഒരു സെൻട്രൽ മാക്സിമ, ഒരു ഡോട്ട് ഒബ്സർവ് ചെയ്തു. ഫസ്റ്റ് ഓർഡർ മാക്സിമ, സെക്കൻഡ് ഓർഡർ മാക്സിമ, ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്തു. എന്തിനാ ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്? θ1 ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ θ1 മെഷർ ചെയ്യാൻ, ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ θ2 മെഷർ ചെയ്തു. അത് വെച്ചിട്ട് ലാംഡ മെഷർ ചെയ്തു. സോ ഇത് നിങ്ങൾ ലാബിൽ ചെയ്ത എക്സ്പെരിമെന്റ് ആണ്. സോ വെൻ ലൈറ്റ് ഇൻസിഡന്റ് ഓൺ എ ഗ്രേറ്റിംഗ്, ദെൻ വാട്ട് ഹാപ്പൻസ്? എ ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. വെൻ എ മോണോക്രോമാറ്റിക് വേവ് ഈസ് ഇൻസിഡന്റ് ഓൺ ദിസ് അക്കോസ്റ്റിക് ഗ്രേറ്റിംഗ്, എന്ത് സംഭവിക്കും? നമുക്ക് ഫസ്റ്റ് സീറോ ഓർഡർ ഒരു സെൻട്രൽ മാക്സിമം ഒബ്സർവ് ചെയ്യാൻ പറ്റും. And either side of central maximum we can observe first order maximum, then second order maximum. Then using a spectroscope, ഒരു സ്പെക്ട്രോസ്കോപ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ആംഗിൾ തീറ്റ മെഷർ ചെയ്യുന്നു. സോ നിങ്ങൾ ലാബിൽ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 1 എന്ന എക്സ്പെരിമെന്റ് ചെയ്യും. നിങ്ങൾ ലാബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കേസിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസ് അല്ല, സെൻട്രൽ നിന്ന് ഫസ്റ്റ് സ്പോട്ടിലേക്കും സെൻട്രൽ നിന്ന് സെക്കൻഡ് സ്പോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല മെഷർ ചെയ്യുന്നത്. ഡയറക്റ്റ്ലി ഒരു സ്പെക്ട്രോസ്കോപ്പ് നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും. ഒരു സ്പെക്ട്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് കണ്ടതിന്റെ അടുത്ത് അതുപോലെ തന്നെയുള്ള ഒരു എക്യുപ്മെന്റ് ആണ് സ്പെക്ട്രോസ്കോപ്പ്. അത് യൂസ് ചെയ്ത് നമുക്ക് θ1 θ2 ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റും. സോ വി ആർ മെഷറിംഗ് θ1 θ2. ഓക്കെ, സോ θ1 ഉം θ2 ഒക്കെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി മെഷർ ദിസ് വേവ് ലെങ്ത് ലാംഡ? സോ വാട്ട് ഈസ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ? എന്തായിരുന്നു ഗ്രേറ്റിംഗ് ഇക്വേഷൻ? ഗ്രേറ്റിംഗ് ഇക്വേഷൻ വാസ് d sin θ is equal to n lambda. ഇതായിരുന്നു ഇനീഷ്യലി ഒരു ഗ്രേറ്റിംഗിന്റെ കേസിൽ നമ്മൾ എടുത്ത ഇക്വേഷൻ. വാട്ട് ഈസ് ദിസ് d? d എന്ന് പറഞ്ഞാൽ എന്താ? d is the repeating pattern in this grating. ഈ ഗ്രേറ്റിംഗിലുള്ള റിപ്പീറ്റിംഗ് പാറ്റേൺ. വാട്ട് ഈസ് ദ റിപ്പീറ്റിംഗ് പാറ്റേൺ? a എന്ന് പറയുന്ന ട്രാൻസ്പാരന്റ് പാർട്ടിന്റെ വിഡ്ത്തും b എന്ന് പറയുന്ന ഒപ്പാക് പാർട്ടിന്റെ വിഡ്ത്തിന്റെയും സം ആയിരുന്നു d. d is equal to a plus b. അത് കഴിഞ്ഞ് n is equal to 1 by a plus b. ഗ്രേറ്റിംഗ് എലമെന്റ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇനീഷ്യലി d is equal to a plus b. ദാറ്റ് ഈസ് a plus b ആയിരുന്നു ഇവിടുത്തെ റിപ്പീറ്റിംഗ് പാറ്റേൺ. കാരണം ഒരു ഒപ്പാക് പാർട്ട് കഴിയും ഒരു ട്രാൻസ്പാരന്റ് പാർട്ട്, that is repeating in all along the grating. So a plus b, d was the repeating pattern in this grating. Your grating in a case repeating pattern d is equal to a plus b. So d sin theta is equal to n lambda. In this case, your acoustic grating in a case, what is d? You are repeating a pattern. Here the repeating pattern is this, from one node to another node. This is d. So we can say d sin theta is equal to n lambda. Or d is equal to നമുക്ക് ലാംഡ, നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. വി നോ വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് വി ആർ ഇൻസിഡന്റ്. സോ d is equal to n lambda by psi theta. Now what is the wavelength of this acoustic wave? ഈ ഒരു അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത് എന്താണ്? സോ അഗെയിൻ ഫ്രം ഈ ഒരു നോഡ് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അഗെയിൻ ഐ ആം സ്റ്റാർട്ടിങ് ഫ്രം ദിസ് നോഡ്. സോ എ വേവ് ഈസ് സ്റ്റാർട്ടിങ്, വേവിന്റെ ഹാഫ് എത്തി, then we are going and reach. So ഇതല്ലേ ഒരു വേവ്. this is one wave, this is one complete wave. So if I draw one complete wave, so എന്റെ മാർക്കർ ശ്രദ്ധിക്കുക, ഇതാണ് ഒരു കംപ്ലീറ്റ് വേവ്. സോ ഇതാണ് റിപ്പീറ്റിംഗ് പാറ്റേൺ d. this is ലാംഡ a, അല്ലെങ്കിൽ അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത് ലാംഡ a. ഇതാണ് d. So from this figure we can write
D is equal to lambda A by 2. Lambda A യുടെ പകുതിയാണ് D. So repeating pattern D is equal to lambda A by 2 or lambda A is equal to 2D. So ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡിക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? lambda A by 2, or we can write lambda A is equal to 2n lambda by sin theta. So here 2 multiply ചെയ്യാൻ മുകളിലോട്ട്. So lambda A is equal to 2n lambda by sin theta. So n is equal to 1 കൊടുക്കുക. So first order maximum എടുക്കുക. തീറ്റ സ്പെക്ട്രോസ്കോപ്പ് വെച്ച് മെഷർ ചെയ്യുക. ലാംഡ നമുക്കറിയാം, ലാംഡ യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് അറിയാം. സോ വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി വി ആർ പ്രൊഡിക്റ്റിംഗ്? നമ്മൾ പ്രൊഡിക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താ? ലാംഡ എ എന്താ? ഇറ്റ് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് അൾട്രാസോണിക് വേവ്. ഇവിടെ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ഫോം ചെയ്ത അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത് ആണ് ലാംഡ എ. സോ യൂസിങ് ദിസ് ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഈ ഡിഫ്രാക്ഷൻ പാറ്റേണിലെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മെഷർ ചെയ്തുകൊണ്ട് വി ക്യാൻ predict what is the wavelength of this ultrasonic wave lambda A. Or what is the relation between wavelength and frequency? Frequency and wavelength തമ്മിലുള്ള relation എന്താണ്? V is equal to velocity is equal to lambda into mu lambda, frequency into lambda. So velocity നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഈ കാര്യം വായിച്ചു നോക്കുക. പേജ് നമ്പർ 208 റിമൈനിങ് പോർഷൻ. പേജ് നമ്പർ 208, the remaining portion. അഭിറാം ക്ലാസ്സിലില്ല. അഭിറാം ഉണ്ടല്ലോ. ഓക്കെ. സോ വായിച്ചു നോക്കുക. പേജ് നമ്പർ 208 റിമൈനിങ് പാർട്ട്. ആ പേജ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക.
Okay, so lambda A is equal to some 2n lambda by sin theta. So n is equal to 1 കൊടുക്കുക. ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം എടുത്തിട്ട് തീറ്റ 1 മെഷർ ചെയ്യുക, ലാംഡ എ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനിയല്ല, സെക്കൻഡ് ഓർഡർ സ്പെക്ട്രം യൂസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് ഓർഡർ സ്പെക്ട്രത്തിലെ ആംഗിൾ ഓഫ് തീറ്റ തീറ്റ 2 സ്പെക്ട്രോസ്കോപ്പ് വെച്ച് മെഷർ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് n is equal to 2 and theta 2. ലാംഡ ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ് ലാംഡ. ലാംഡ എ എന്ന് പറയുന്നത് എന്തിന്റെ വേവ് ലെങ്ത് ആണ്? അക്കൗസ്റ്റിക്, ഈ അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത് ആണ്. സോ വി നോ ലാംഡ എ. സോ ഇങ്ങനെ ലാംഡ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, വേവ് ലെങ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെലോസിറ്റി മെഷർ ചെയ്യാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. സോ നമുക്ക് അൾട്രാസോണിക് വേവിന്റെ ഫ്രീക്വൻസി അറിയാമെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? കാരണം ഇത് പീസോ ഇലക്ട്രിക് മെത്തേഡ് ആണ്. അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് എന്താ? ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആണ്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് മെത്തേഡിൽ അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി ഓഫ് എൽ സി ഓസിലേഷൻ 1/2π√LC. അതായിരിക്കും ആ ഒരു പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് വേവിന്റെ ഫ്രീക്വൻസിയും അത് തന്നെയായിരിക്കും. സോ നമുക്ക് ഫ്രീക്വൻസി ഓൾറെഡി അറിയാം. വി നോ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് വേവ്. സോ ഫ്രീക്വൻസി ഈസ് നോൺ ക്വാണ്ടിറ്റി from electrical oscillations or LC oscillations, or from the frequency of tank circuit, or from the frequency of polarity oscillation. And lambda wavelength diffraction pattern il ninnu nammal calculate cheyidu. So velocity can be calculated as frequency or f അല്ലെങ്കിൽ mu into lambda. സോ അങ്ങനെ നമുക്ക് എന്തും കൂടി മെഷർ ചെയ്യാം? ഈ അൾട്രാസോണിക് വേവിന്റെ വെലോസിറ്റിയും കൂടി മെഷർ ചെയ്യാം. ആൻഡ് ദിസ് വെലോസിറ്റി മെഷർമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വെലോസിറ്റി മെഷർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി നമുക്ക് വേവ് ലെങ്ത് അല്ല വേണ്ടത്, ഒരു അൾട്രാസോണിക് വേവിന്റെ വെലോസിറ്റിയാണ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്കത് യൂസ് ചെയ്തിട്ട് എന്താ, സോണാർ, NDT ഇതുപോലുള്ള പല അപ്ലിക്കേഷൻസിന്റെ കേസിലും വെലോസിറ്റി എന്ന ടേം, അൾട്രാസോണിക് വേവ് വെലോസിറ്റി എന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി, ഒരു വേവിനെ സംബന്ധിച്ച് വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് ദാറ്റ് ഈസ് ഗിവൺ, വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഞാൻ ബേസിക് കാര്യങ്ങൾ പിന്നെയും പറയുന്നതിന് കാര്യം, മിനിമം ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്കിലും അറിഞ്ഞിരിക്കണം. ഒരു വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസിയുടെയും വേവ് ലെങ്തിന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഇവിടെ വേവ് ലെങ്ത് ലാംഡ എ, ഈ അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സിമിലർലി ഫ്രീക്വൻസി ഈസ് ഓൾസോ നോൺ ഫ്രം ദി പ്രൊഡക്ഷൻ മെത്തേഡ്. സോ ജസ്റ്റ് മൾട്ടിപ്ലൈ ബോത്ത്, രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വി ക്യാൻ കാൽക്കുലേറ്റ് വെലോസിറ്റി ഓഫ് ദിസ് അൾട്രാസോണിക് വേവ്. ഇതിനൊരു എക്സ്പെരിമെന്റൽ ഡിസ്ക്രിപ്ഷൻ ആണ് പേജ് നമ്പർ 209 താഴോട്ട് കൊടുത്തിരിക്കുന്നത്. സോ അത് ഫുൾ തിയറി പാർട്ടാണ്, അത് ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ചോദ്യത്തിൽ, ക്വസ്റ്റ്യനിൽ എക്സ്പെരിമെന്റൽ അപ്പാരറ്റസും കൂടി ഡിഫൈൻ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടി എഴുതേണ്ടി വരും. സോ ഇപ്പൊ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. സോ അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, പ്രൊസീജിയർ, എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ ഡിസ്ക്രിപ്ഷൻ, അത് കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.
നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും. ഇനി നാളത്തത് ഇനി മറ്റന്നാൾ ക്ലാസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നാളെ ക്ലാസ് നമ്മൾ അപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NDT, സോണാർ, പിന്നെ കുറച്ച് മെഡിക്കൽ അപ്ലിക്കേഷൻസ്. അതോടെ നമ്മുടെ ഈ മൊഡ്യൂൾ വരും. സോ അതിന്റെ അസൈൻമെന്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യും ലിൻവേസിൽ. സോ അതൊക്കെ ടൈമിനെ വെക്കുക. കഴിഞ്ഞ മൊഡ്യൂളിന്റെ അസൈൻമെന്റ് വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെച്ചിട്ട് മാർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഞാൻ ഇൻവേസിന് മാർക്ക് വരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സോ ഒന്ന് ലിൻവേസ് തുറന്ന് നോക്കുക. നിങ്ങൾ വെച്ച അസൈൻമെന്റിന്, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റിന് മാർക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, പറയുക ഞാൻ അസൈൻമെന്റ് വെച്ചിട്ടുണ്ട്, സബ്മിറ്റ്. സോ അസൈൻമെന്റിന്റെ കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം, ഞാൻ അസൈൻമെന്റ് വെച്ചിട്ടുണ്ട്, മാർക്ക് ഇട്ടിട്ടില്ല. പിന്നെ ഇനി ഓഫ്ലൈൻ ക്ലാസ്സിന്, അടുത്ത ഓഫ്ലൈൻ ക്ലാസ്സിനോ ലാബ് സെഷനോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ട്യൂട്ടോറിയൽ നോട്ടൊക്കെ എന്തായാലും കയ്യിൽ പിടിക്കേണ്ടി വരും. കൂടാതെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തും കയ്യിലുണ്ടായിരിക്കണം. നമ്മൾ ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. സോ എഴുതുക. സോ 3:13 സോ അറ്റൻഡൻസ് പറഞ്ഞു. 1 2 3 അബ്സെന്റാ? 3 4 5 6 7 8 9 10 11 12